ഒരു നിമിഷം നിൽക്കൂ. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ജീവിത സാഹചര്യങ്ങൾ മൂലം സംഗീതം പഠിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. സരിഗയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം. കീബോർഡ്, വയലിൻ, ഗിറ്റാർ എന്നിവ പഠിപ്പിച്ചു കൊടുക്കപ്പെടും. പ്രായം ഒരു പ്രശ്നമേ അല്ല. നിങ്ങളുടെ സൗകര്യാർത്ഥം ക്ലാസുകൾ എടുത്തു കൊടുക്കപ്പെടുന്നതാണ്. ഞങ്ങളുടെ ഫോൺ നമ്പർ 75 10 520 887. മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട്, 860 630 74 51. അപ്പോൾ വിളിക്കുമല്ലോ വിശദ വിവരങ്ങൾക്ക്. നമസ്കാരം, ഞാൻ നിങ്ങളോടൊപ്പം ഇരുമത്തൂർ സുരേഷ് ശ്രീയാണ്. ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളൊക്കെ കാണുന്നത്. ഞാൻ ഇടയ്ക്ക് എനിക്ക് ശബ്ദം ഇങ്ങനെ വല്ലാതെ അടച്ചുപോയി. അപ്പോൾ അതിൽ ഒക്കെ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ദൈവത്തോടുള്ള പ്രാർത്ഥനയും ഇപ്പോൾ മരുന്നും കഴിച്ചു. ഇപ്പോൾ കുറച്ച് മാറ്റമുണ്ട്. അതാണ് ഇടയ്ക്ക് വരാതിരുന്നത്. എനിക്ക് വോയിസ് റെസ്റ്റ് വേണമായിരുന്നു. അപ്പോൾ ഈ നിങ്ങളെയൊക്കെ ഈ കാണാത്തതിൽ വളരെ വിഷമമുണ്ടായിരുന്നു. അതെന്തായാലും ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും ഒരു ഡിവോഷണൽ സോങ്ങാണ് ഞാനിന്ന് ചെയ്യുന്നതിന് കാരണമുണ്ട്. ഞാനിന്ന് രാവിലെ ഒരു പാട്ട് കേൾക്കാനിടയായി. എനിക്ക് തോന്നുന്നു ആ പാട്ട് കൊല്ലം അഭിജിത്ത് ആണ് പാടിയെന്ന് തോന്നുന്നു. ഞാൻ കേട്ട പാട്ട്. ഒറിജിനൽ ആരാണ് പാടിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പാട്ടിൻ്റെ വരികൾ ശ്രദ്ധിച്ചപ്പോൾ അത് വളരെ നല്ല ഇമ്പമാർന്ന വരികൾ, നല്ല സംഗീതം, അതിനുപരി അഭിജിത്തിൻ്റെ അതിമനോഹരമായ ശബ്ദം. അപ്പോൾ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് ഈ ഗായകന് അർഹിക്കുന്ന തരത്തിലുള്ള അവസരങ്ങൾ ലഭിക്കുന്നില്ല. അദ്ദേഹം വളരെ ഭാവാത്മകമായിട്ട് പാടുന്നു, ഗാംഭീര്യമുള്ള ഒരു ശബ്ദം. അപ്പോൾ അത് ചിന്തിച്ചു. പിന്നെ ഈ സംഗീത രംഗത്തൊക്കെ നമുക്ക് ഉയരണമെങ്കിൽ പ്രധാനമായിട്ടും ശാസ്ത്രീയമായി സംഗീതം പഠിക്കണം. അതൊരു വലിയ ഘടകം തന്നെയാണ്. പിന്നെ അതുകൊണ്ട് മാത്രം കാര്യമില്ല, മറ്റൊന്ന് ഈശ്വരാധീനം ഉണ്ടാവണം. ദൈവാനുഗ്രഹം, ഭാഗ്യം, കഴിവ്, ഇതെല്ലാം കൂടെ ഒത്തുചേരുമ്പോഴാണ് ഒരാൾക്ക് ജീവിതത്തിൽ ഉയർന്നു പോകുവാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും രാവിലെ കേട്ട പാട്ട് അഭിജിത്തിൻ്റെയാണ്. അപ്പോൾ ഇങ്ങനെ അഭിജിത്തിനും ധാരാളം അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ശരി, ഞാൻ ഇന്ന് പഠിപ്പിക്കുന്ന പാട്ടിൻ്റെ സ്കെയില് എഫ് മേജർ സ്കെയിലാണ്. എഫ് മേജർ സ്കെയിലിൻ്റെ റൂട്ടെന്ന് പറയുന്നത് എഫ്, ജി, എ, ബി ഫ്ലാറ്റ്, സി, ഡി, ഇ, എഫ്. അതാണ് എഫ് മേജർ സ്കെയിലിൻ്റെ റൂട്ട്. അപ്പോൾ നമ്മളങ്ങനെ എടുക്കുമ്പോൾ എഫിനെ ആണ് നമ്മളിവിടെ ഷഡ്ജമായിട്ട് എടുക്കേണ്ടത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന രീതി അനുസരിച്ച് പലർക്കും ഈ കീസുകൾ കൺഫ്യൂസ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ സാധാരണ നോർമലായി പഠിപ്പിക്കുന്ന രീതിയിൽ അങ്ങ് പഠിപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഇതിൻ്റെ കോഡുകളിലൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ ക്ലാസ്സിലല്ല, അടുത്ത ക്ലാസ്സിൽ കോഡ്സ് നിങ്ങളെ പഠിപ്പിക്കാം. കോഡൊക്കെ പിടിച്ച് വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പ്രയോജനപ്പെട്ടു എന്ന് കരുതി. അപ്പോൾ ഈ ക്ലാസ്സിൽ ഈ പാട്ടിൻ്റെ വരികൾ, അതിൻ്റെ നൊട്ടേഷനും പഠിപ്പിച്ചത്ര പാട്ടും ഒന്ന് എന്നാൽ കഴിയുന്ന രീതിയിൽ ഒന്ന് പാടി കേൾപ്പിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ വലിയ സായിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ എഫ് മേജറിൻ്റെ റൂട്ട് വെച്ച് പറയുകയാണെങ്കിൽ ഇത് പായാണ് വരുന്നത്. സിയുടെ വെച്ച് പറയുമ്പോഴാണെങ്കിൽ ഇത് സായാണ്. അപ്പോൾ ആ സായുടെ ബേസിൽ നിന്നുകൊണ്ട് നമുക്ക് നോക്കാം. ഇതിൽ നിന്ന് ഇത് സാ, 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 റീ, സാ, 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 മോതിരകല്ല്, ചെറുകല്ല്, രീസ, രീസ, ദ, ദ, മ,
വായിച്ചത്. സാ സ രി സ ധ മ മ രി മ രി. ഓക്കെ, ഒന്നാമത്തെ ലൈൻ്റെ നൊട്ടേഷനാണ്. അടുത്തത് സാ സാ മ ധ മ സ ധ പ. സാമ ധ മ സ ധ പ. അപ്പോൾ രണ്ടാമത്തെ ലൈൻ്റെ നൊട്ടേഷനാണ് സാമ ധ മ സ ധ പ. അപ്പം മൂന്നാമത്തെ ലൈനിന് നമ്മൾ ഈ 2 ലൈൻ പഠിച്ചാൽ 3ഉം 4ഉം വരുന്നത് ഈ സെയിം നോട്ടുകൾ തന്നെ ചേർത്ത് വായിച്ചാൽ മതി. സാ സ രി സ ധ മ മ രി സാ മ ധ മ സ ധ പ. ഒന്നുകൂടെ വായിക്കുക, 3ഉം 4 ലൈനുകൾ. സാ സ രി സ ധ മ മ രി സാ മ ധ മ സ ധ പ. അപ്പോൾ 1 2 3 4 ലൈനുകൾ നമ്മൾ പഠിച്ചു. ഒന്നാമത്തെയും രണ്ടാമത്തെയും ലൈനുകൾ തന്നെയാണ് 3നും 4ലും വരുന്നത്. അടുത്തത് വന്നിട്ട് പ മ പ ധ നി പ ധ സ പ മ. ഇതൊരു അന്യസ്വരമാണ്. മേജർ സ്കെയിൽ ഈ നോട്ടില്ല. ഈ ജി ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ നോട്ടില്ല. ജി ഉണ്ട്, ജി ഫ്ലാറ്റ് ഇല്ല. പക്ഷെ ഇത് അന്യസ്വരമാണ്. പ മ ധ പ. പ മ പ ധ നി പ ധ സ. അതായത് പ മ പ ധ നി പ ധ സ രി രി സ ധ നി ധ പ. രി രി സ ധ ചെറിയ നി നി ധ പ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പാട്ടിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം വരുന്ന ലാസ്റ്റിൽ വരുമ്പോൾ സ സ രി സ ധ മ മ രി. ലാസ്റ്റിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ലാസ്റ്റിൽ വരുമ്പോൾ എല്ലാം യേശുവോട് ചെന്ന് ചൊല്ലിടുക നിമിത്തം എന്ന് വരുമ്പം സാ സ രി സ ധ മ മ രി. അയച്ചിട്ട് സാ മ ധ മ സാ
ലാസ്റ്റിൽ മായിലാണ് വന്നത്. അതുകൊണ്ട് ഇത് എഫ് മേജർ സ്കെയിലാണ് ഈ പാട്ട്. കുടി കിട്ടിയ ഇത്രയാണ് ഇതിൻ്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത്. വളരെ നല്ലൊരു പാട്ടാണ്. ഞാൻ ഇത് നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് പാടി കേൾപ്പിക്കാം. ഇനി ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ അടുത്തായി വരുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ സെയിം നൊട്ടേഷൻ തന്നെ വായിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ കോഡ്സ് ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിക്കാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വീണ്ടും ആക്റ്റീവായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാട്ട് ചെയ്യുവാൻ ദൈവം എനിക്ക് ആയുസ്സും ആരോഗ്യം തരണം. അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം പോവുകയാണ്. വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ.